മരിയൻ പ്രതിഷ്ഠാ ധ്യാനം 10-ാം ദിവസം. ശരീരത്തിൻ്റെ ദുരാശയെ ജയിക്കണം. ഇതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, സൃഷ്ടിയുടെ മകുടം എന്നാണ് മനുഷ്യൻ വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ശാസ്ത്രത്തിന് ഇന്നേ വരെ പൂർണ്ണമായും മനസ്സിലാക്കാനാവാത്തത്രയ്ക്ക് സങ്കീർണവും സുന്ദരവുമാണ് ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയും. മനുഷ്യൻ ആ സൃഷ്ടികളുടെ എല്ലാം മകുടമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിമനോഹരവും അതിസങ്കീർണവുമായ സർവ്വസൃഷ്ടികളുടെയും മഹത്വവും ശ്രേഷ്ഠതയും ഒരുമിച്ച് കൂട്ടിവെച്ചാലും അതിലും ഉയർന്നതാണ് മനുഷ്യൻ്റെ മഹത്വം എന്നത്രയും. വിശുദ്ധ ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള മനുഷ്യ സൃഷ്ടിയെപ്പറ്റിയുള്ള 2-ാം വിവരണത്തിൽ ഇത് നമുക്ക് വ്യക്തമായി കാണാം. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വചനത്തിൽ പ്രകാരം വായിക്കുകയാണ്: ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു. ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യ ശരീരം രൂപപ്പെടുത്തി. ഏതാണ് ഈ ഭൂമി? ദൈവം ഉലാത്തിയിരുന്ന ഏദൻ തോട്ടത്തിലെ മണ്ണ്, കർത്താവിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലം. ആ വിശുദ്ധ പൂഴി കൊണ്ടാണ് മനുഷ്യ ശരീരം സൃഷ്ടിക്കപ്പെട്ടത്. അതിനും പുറമെ അതിനെ സചേതനമാക്കിയതോ ദൈവത്തിൻ്റെ ജീവശ്വാസം, ദൈവാത്മാവ്. ചുരുക്കത്തിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ശരീരവും ആത്മാവുമുള്ള ആ അത്ഭുത സൃഷ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മറുരൂപമാണ്, ഭൂമിയിലെ ദൈവസാന്നിധ്യം തന്നെ. ഈ മഹാ അത്ഭുത സൃഷ്ടിയെ വിവരിക്കാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ 2-ാം വിവരണം കുറച്ചുകൂടെ വ്യക്തതയോടെ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് നൽകുന്ന സൂചന മനുഷ്യൻ്റെ ലൈംഗികത, അതായത് സ്ത്രീയും പുരുഷനും എന്ന അവസ്ഥ, അത് ദൈവികമാണ്, ദൈവോന്മുഖമാണ്. അതായത് ദൈവം സ്നേഹമാണ് എന്നതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആത്മദാനപരമായ സ്നേഹമാണ് യഥാർത്ഥ മാനുഷിക ലൈംഗികതയുടെ അന്തസത്ത. വൈകാരിക സന്തോഷത്തേക്കാൾ ഉപരി സ്നേഹത്തിൻ്റെ സന്തോഷമാണ് മാനുഷിക ലൈംഗികതയുടെ സവിശേഷത. എന്നാൽ ആദ്യ മാതാപിതാക്കന്മാർ പാപം മൂലം ദൈവത്തിൽ നകന്നതോടെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് അവർ അകറ്റപ്പെട്ടതോടെ അനിവാര്യ ഫലമെന്നോണം മനുഷ്യൻ്റെ ലൈംഗികതയും താളം തെറ്റി. സ്നേഹത്തിൻ്റെ സന്തോഷത്തേക്കാൾ ഉപരി വൈകാരിക സന്തോഷം പ്രഥമസ്ഥാനത്തായി. ഇതിനെ സഭാപ്രബോധനം ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 400-ാം ഖണ്ഡികയിൽ: ആദ്യ പാപത്തിൻ്റെ ഫലമായി സ്ത്രീ പുരുഷ ബന്ധത്തിൽ ലൈംഗിക ദുരാശയും ആധിപത്യവും പ്രത്യക്ഷമായി. ലൈംഗിക ദുരാശയും ആധിപത്യവും പ്രത്യക്ഷമായി. അതായത് നിസ്വാർത്ഥവും പരിശുദ്ധവുമായ സ്നേഹത്തോടെ തന്നെ വിവാഹത്തിലെ പങ്കാളിക്ക് നൽകാനുള്ള ലൈംഗികത സ്വാർത്ഥ സന്തോഷത്തിനുള്ള ഒരു മാർഗമായി അധപ്പതിച്ചു. ഈ അവസ്ഥയെയാണ് വിഷയാസക്തി അഥവാ ജഡികാസക്തി എന്ന് വിളിക്കുന്നത്. ജഡികാസക്തി കീഴ്പ്പെടാതെ ലൈംഗിക വിശുദ്ധി പാലിക്കുക ക്രിസ്തീയ പരിപൂർണതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനാലാണ് ഇന്നത്തെ ധ്യാന വിഷയമായി ലൈംഗിക വിശുദ്ധി
നാം സ്വീകരിച്ചിരിക്കുന്നത്. സുറമലബാറിയത്തിലെ പരിശുദ്ധ കുർബാന ബലിയിൽ കർത്തൃ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്: സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. എന്താണ് അതിനർത്ഥം? സ്വർഗവാസികളിലും ഭൂവാസികളിലും ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ. ശരീരമില്ലാത്ത സ്വർഗവാസികൾ ദൈവത്തിൻ്റെ മഹിമ വിളിച്ചോതുന്നവരാണെങ്കിൽ, അതേപോലെ തന്നെ ശരീരികളായ മനുഷ്യരും ദൈവത്തിൻ്റെ മഹിമയാണ് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യാവതാരത്തിലൂടെ പുത്രനായ ദൈവം നമ്മുടേതുപോലുള്ള ഒരു ശരീരം പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് സ്വീകരിച്ചതോടെ മനുഷ്യ ശരീരം ഉപരി മഹത്വമണിഞ്ഞു. തൻ്റെ ശരീരത്തിൽ യേശു പീഡ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്തതോടെ മനുഷ്യ ശരീരം രക്ഷയ്ക്കുള്ള ഉപകരണവുമായി തീർന്നു. അന്ത്യവിധിയിൽ ശരീരങ്ങൾ ഉയർക്കാനിരിക്കുന്നു എന്നത് ശരീരത്തിൻ്റെ മഹത്വത്തിൻ്റെ മകുടമണിയലാണ്. അന്ത്യ അത്താഴത്തിൽ തൻ്റെ കയ്യിലിടുന്ന അപ്പത്തെ എൻ്റെ ശരീരം എന്ന് യേശു വിളിച്ചതുപോലെ മനുഷ്യാവതാരത്തിൽ നമ്മുടെ ശരീരത്തെ എൻ്റെ ശരീരമെന്ന് യേശു പറയുകയും അവിടുത്തെ ശരീരമാക്കി തീർക്കുകയും ചെയ്തു. കൊരിന്ത്യർ 1 ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ എത്ര ഉറപ്പോടെയാണ് പൗലോസ്ലീഹ ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്: നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെടുത്ത് ഞാൻ വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? അത് സംഭവിക്കാതിരിക്കട്ടെ. സൂറ മലബാറിയത്തിലെ പരിശുദ്ധ കുർബാനയുടെ 3-ാം പ്രണാമ പ്രാർത്ഥനയിൽ കാർമ്മികൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ഒരു പരിശുദ്ധമായ കൈമാറ്റത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ശരീരം ദൈവം സ്വീകരിച്ചിട്ട് ദൈവത്തിൻ്റെ ജീവൻ അതിന് പകരമായി നമ്മിലേക്ക് പകർന്നു. ചുരുക്കത്തിൽ നാം നമ്മുടെ ശരീരത്തെ സചേതനമാക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ ജീവനാണ്. പരിശുദ്ധ കുർബാനയിലുടനീളമുള്ള അനേകം പ്രാർത്ഥനകൾ, വിശിഷ്യ കൂദാശ വചനത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അത് യേശുവിൻ്റെ ശരീരം കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉള്ളതാണ് എന്നത്രേ. ജ്ഞാനസ്നാന കൂദാശയാലും ദിവ്യകാരുണ്യ കൂദാശയാലും യേശുവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരങ്ങളും പാപം ചെയ്യാനുള്ളതല്ല, പാപമോചനത്തിനുള്ളതാണ്. ലൈംഗിക വിശുദ്ധിയെ പറ്റിയുള്ള ദൈവിക വെളിപാട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ തിരുസഭ പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിൻ്റെ ഉള്ളടക്കം. നാം ഇന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി സ്നേഹബന്ധങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട വിശുദ്ധിയെപ്പറ്റി ചിന്തിക്കാം. ഹൃദയവിശുദ്ധിയും ചിലപ്പോൾ ശരീരവിശുദ്ധി തന്നെയും നഷ്ടമാക്കുന്ന പ്രണയബന്ധങ്ങൾ വിവേകപൂർവ്വം ഉപേക്ഷിക്കേണ്ടതാണ്. ആദ്യ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമായി പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്വാഭാവിക സ്നേഹത്തിൽ ലൈംഗിക ദുരാശ എന്ന മാലിന്യം കലർന്നിരിക്കുന്നു എന്ന് തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 400-ാം ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹ കൂദാശയുടെ വരപ്രസാദത്താൽ ശുദ്ധീകൃതമാകാത്തിടത്തോളം കാലം സ്ത്രീ പുരുഷ സ്നേഹത്തിൽ ലൈംഗിക ദുരാശ കലർന്നിരിക്കുന്നുവെന്ന സത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ ലൈംഗികത കലർന്ന അഥവാ ലൈംഗിക വികാരം ഉത്തേജിപ്പിക്കുന്ന വിവാഹത്തിന് മുൻപുള്ള സ്നേഹബന്ധങ്ങളും അതിൻ്റെ പ്രകാശനവും ക്രിസ്തു ശിഷ്യർക്ക് യോജിച്ചതല്ല. ക്രിസ്തീയ വിവാഹ ജീവിതം ക്രിസ്തീയ പരിപൂർണതയിലേക്കുള്ള അഥവാ വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഒരു മാർഗമായതിനാൽ ഹൃദയവിശുദ്ധിയും ശരീരവിശുദ്ധിയും ഇല്ലാത്ത അവസ്ഥയിൽ
വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് ഉചിതമല്ല. വിവാഹ കൂദാശയുടെ വിശുദ്ധീകരണ വരപ്രസാദത്താൽ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് സ്വാഭാവിക സ്ത്രീ പുരുഷ സ്നേഹം അതിസ്വാഭാവികവും നിർമ്മലവുമായ സ്നേഹമായി രൂപാന്തരപ്പെടുന്നത്. ഇതിൽ നിന്ന് വിവാഹ കൂദാശ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പ്രണയം ശരിയല്ലെന്ന് വ്യക്തമാണ്. ഇഷ്ടം, വിവാഹം, അതിനുശേഷം പ്രണയം, ഇതാണ് ശരിയായ ക്രമം. വിവാഹ കൂദാശയുടെ വരപ്രസാദ നിറവിലാണ് ഇവിടെ പ്രണയം ആരംഭിക്കുന്നത് എന്നതിനാൽ അത് യഥാർത്ഥ ദാമ്പത്യ സ്നേഹമാണ്. എന്നാൽ തെറ്റായ ഒരു ക്രമം ലോകത്തിൽ ഇന്ന് കാണാം. ഇഷ്ടം, പ്രണയം, അതിനുശേഷം വിവാഹം. ഇവിടെ വിവാഹത്തിന് മുൻപ് തന്നെ പ്രണയം ആരംഭിച്ചിരിക്കുന്നതിനാൽ വിവാഹത്തിന് ശേഷം പുതുമയായി ഒന്നുമില്ല, ശൂന്യത മാത്രം എന്ന് വരുന്നു. സാധാരണ പ്രണയബന്ധങ്ങൾ ശുദ്ധത നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്കോ സംഭാഷണങ്ങളിലേക്കോ നയിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല. പ്രണയം അവിവാഹിത വേശ്യയ്ക്ക് വരെ അടുത്ത കാരണമാകാമെന്നതിനാൽ അക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിലുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അശുദ്ധ പാപത്തിന് കാരണം കൊടുക്കാതിരിക്കാൻ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. രക്തബന്ധത്താലോ ബന്ധുതയാലോ വിവാഹ വിലക്കിലുള്ളവർ തമ്മിലുള്ള ലൈംഗിക വ്യാപാരങ്ങൾ നിഷിദ്ധ സംഗമമെന്ന് മതബോധം എന്നതിനെ വിളിക്കുന്നുണ്ട്. അത് അതികഠിന ശിക്ഷയ്ക്ക് അർഹമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം ലേവ്യരുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവ മൃഗീയതയിലേക്കുള്ള തിരിച്ചുപോക്കും കുടുംബ ബന്ധങ്ങൾ മലീമസമാക്കലുമാണ്. അശ്ലീല കാര്യങ്ങൾ മനഃപൂർവ്വം കാണുന്നത് വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് യുവജന മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അതിപ്രകാരമാണ്. അശ്ലീല സാഹിത്യം വ്യഭിചാരത്തിൻ്റെ തരം താഴ്ന്ന ഒരു രൂപമാണ്. അത് ആസ്വദിക്കുന്നവർ വേശ്യാവൃത്തിയുടെ വിപുലമായ വൃത്തത്തിൽ തന്നെ കണ്ടെത്തുന്നു. സ്വർഗഭോഗം പ്രകൃതി വിരുദ്ധമാണ്. അതിലേർപ്പെടുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കൊറിന്തോസ്യർക്ക് 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗഭോഗപരമായ എല്ലാ ബന്ധങ്ങളും തികഞ്ഞ ധാർമ്മിക അധപ്പതനമായി തിരുസഭ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മതബോധ ഗ്രന്ഥം 2357 യുവജന മതബോധ ഗ്രന്ഥം 415 പഠിപ്പിക്കുന്നുണ്ട്. യാതൊരു സാഹചര്യത്തിലും സ്വർഗഭോഗ പ്രവൃത്തികളെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് മതബോധന ഗ്രന്ഥം 2357 സ്പഷ്ടമായി പ്രസ്താവിക്കുന്നുണ്ട്. അതേസമയം അപ്രകാരമുള്ള വ്യക്തികളോട് സഹാനുഭൂതി കാണിക്കണം എന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. മതബോധന ഗ്രന്ഥം 2352 ഖണ്ഡിക പഠിപ്പിക്കുകയാണ്. അതേസമയം രൂഢമൂലമായ സ്വർഗഭോഗ പ്രവണതയുള്ളവരെ ആദരവോടും സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടി സ്വീകരിക്കണം. എന്നാൽ അവർ ആ പാപത്തിൽ കഴിയുന്നതിനെ അംഗീകരിക്കലല്ലത്, മറിച്ച് അതിൽ നിന്നവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഉള്ളൊരു പ്രോത്സാഹനമായിട്ടാണ് ആണ് ഈ ദയ കാണിക്കുന്നതെന്ന് മതബോധന ഗ്രന്ഥം 2359 പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്. അവരും ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ആന്തരിക സ്വാതന്ത്ര്യം അഭ്യസിപ്പിക്കുന്ന ആത്മനിയന്ത്രണത്താലും ചിലപ്പോൾ സ്വാർത്ഥരഹിതമായ സുഹൃത്ത് ബന്ധത്തിൻ്റെ സഹായത്താലും പ്രാർത്ഥനയുടെയും കൗദാശിക കൃപാവരത്തിൻ്റെയും ശക്തിയാലും അവർക്ക് ക്രമേണയായും തീർച്ചയായും ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കേണ്ടതാണ്. സംഭാഷണങ്ങൾ പാലിക്കേണ്ട വിശുദ്ധിയെപ്പറ്റി, പാപകാരണമാകുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതിനെപ്പറ്റിയും വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 23-13
അസഭ്യ ഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ പാപകരമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 9-ാം വാക്യം, നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ക്രിസ്തീയ ചൈതന്യത്തിന് നിരക്കാത്ത വസ്ത്രധാരണം ഉപേക്ഷിക്കുക എന്നത് വിശുദ്ധി പാലിക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ശരീരഭാഗങ്ങൾ എടുത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾ ക്രിസ്തീയ ചൈതന്യത്തിന് നിരക്കുന്നതല്ല, കാരണം അത് അനേകർക്ക് പാപഹേതുവാകും. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ പഠിപ്പിക്കുകയാണ്, സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. അടക്കവും ഒതുക്കവുമുള്ള വസ്ത്രധാരണം ക്രൈസ്തവ സ്ത്രീകൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഈ തിരുവചനം വ്യക്തമാക്കുകയാണ്. പഴയ നിയമത്തിൽ തന്നെ വസ്ത്രധാരണത്തെപ്പറ്റി വ്യക്തമായ ഒരു പ്രബോധനം ദൈവം തന്നിട്ടുണ്ട്. നിയമാവർത്തനം 22-ാം അധ്യായം 5-ാം വാക്യം, സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷമണിയരുത്. ഈ തിരുവചന താക്കീത് എന്നത്തേക്കാളും ഉപരി ഇന്ന് പ്രസക്തമാണ്. കാരണം ആധുനിക ഫാഷൻ വസ്ത്രങ്ങളിൽ ലിംഗാധിഷ്ഠിത വ്യത്യാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിമാഹാത്മ്യത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെങ്കിലും ശരീരഘടനയിൽ വലിയ വ്യത്യാസമുണ്ട്. അക്കാരണത്താൽ വസ്ത്രധാരണത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം നോക്കേണ്ടതില്ല എന്ന ചിന്താഗതി യുക്തിരഹിതവും അപകടകരവുമാണ്. ഈ അപകടത്തെപ്പറ്റി പരിശുദ്ധ മറിയം ഫാത്തിമയിലെ പ്രത്യക്ഷീകരണ അവസരത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മ പറഞ്ഞു, വരും നാളുകളിൽ ചില വസ്ത്രധാരണ രീതികൾ പ്രചാരത്തിൽ വരും. അത് നമ്മുടെ ദൈവത്തെ വളരെ അധികം ദ്രോഹിക്കും. 1917 നൽകപ്പെട്ട ഈ താക്കീത് നാം കണക്കിലെടുത്തിരുന്നെങ്കിൽ ലോകത്തിൻ്റെ അശുദ്ധി ഇത്രമേൽ വർദ്ധിക്കുമായിരുന്നോ? ഓരോ ക്രിസ്ത്യാനിയും ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതിനാൽ അവരുടെ വസ്ത്രധാരണം യേശുവിനെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കേണ്ടതല്ലേ? ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ കുർബാനയുടെ മധ്യേ നടക്കുന്ന വിവാഹാഘോഷ കൂദാശ കർമ്മത്തിൽ ഫാഷൻ്റെ പേരിൽ വധുവും ഫ്ലവർ ഗേൾസും അടക്കമുതുക്കമില്ലാത്ത വസ്ത്രം ധരിച്ച് പങ്കെടുക്കുന്നത് പരിശുദ്ധ കുർബാന എന്ന കൂദാശയോടും പരിശുദ്ധ വിവാഹം എന്ന കൂദാശയോടുമുള്ള അനാദരവല്ലേ? അക്കാര്യത്തിൽ മാതാപിതാക്കളും മുതിർന്നവരും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന കാര്യം മറക്കരുത്. ക്രൈസ്തവൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവമാണ് എന്ന് 1 കൊരിന്ത്യർ 6:15 ശരീരം നിർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണെന്ന് 1 കൊരിന്ത്യർ 6:13 ദൈവം നമ്മെ ഉപദേശിക്കുന്നു. ഈ ബോധ്യത്തിൽ ആഴപ്പെടണം. ശുദ്ധത പാലിക്ക് അസാധ്യമെന്ന ലോകത്തിൻ്റെ കള്ളം തള്ളിക്കളയണം. പഞ്ചേന്ദ്രിയങ്ങൾ കർശനമായി നിയന്ത്രിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം പൂർണ്ണമായി നിർത്തലാക്കണം. ഇതെല്ലാം ശുദ്ധതാ പാലനത്തിന് അത്യന്താപേക്ഷിതമാണ്. സൃഷ്ടികളിൽ കാണുന്ന സൗന്ദര്യത്തിൽ നിന്ന് സൃഷ്ടാവിൻ്റെ അതിസമൃദ്ധ സൗന്ദര്യത്തിലേക്ക് ഉയരുകയാണ് നാം ചെയ്യേണ്ടത്. ഭക്താനുഷ്ഠാനങ്ങളിലെ തീക്ഷ്ണതയും ജഡികാസക്തിക്കുള്ള പ്രതിവിധിയാണ്. ജഡത്തിൻ്റെ ദുരാശയുടെ ഭാഗമാണ് കൊതി അഥവാ ഭക്ഷണാസക്തി. ഇത് ക്രിസ്തീയ പരിപൂർണതയ്ക്ക് വലിയ പ്രതിബന്ധമായിട്ടാണ് ക്രൈസ്തവ പാരമ്പര്യം പഠിപ്പിക്കുന്നത്. കാരണം അത് സുഖലോലുപത്വത്തിലേക്ക് നയിച്ചുകൊണ്ട് മനസ്സിനെ ബലഹീനമാക്കുകയും ജഡിക അഭിലാഷങ്ങൾ വളർത്തുകയും ചെയ്യുന്നു. സർവോപരി ആത്മീയ കാര്യങ്ങളിൽ ഉള്ള താല്പര്യം അത് നശിപ്പിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഭക്ഷണത്താലല്ല കൃപാവരത്താൽ
ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഈ ദൈവിക അനുശാസനം അവഗണിച്ച് ഭക്ഷണകാര്യത്തിൽ അമിത പ്രാധാന്യം നൽകുകയും ആവശ്യത്തിലധികമായും ആർത്തിയോടെ ഭക്ഷണം കഴിക്കുകയും പ്രത്യേക താല്പര്യമുള്ള ചില ഭക്ഷണ സാധനങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ സാധനങ്ങൾ പോലും നിയന്ത്രണം വരുത്താതിരിക്കുകയും ചെയ്യുന്നത് ഭക്ഷണാസക്തി എന്ന ദുരാശയുടെ ലക്ഷണങ്ങളാണ്. മദ്യപാനം ജഡിക വികാരങ്ങൾ ആളിക്കെത്തിക്കും. അതിനാൽ ജഡത്തിൻ്റെ ദുരാശയിൽ നിന്ന് മോചനം നേടാൻ ലഹരി കുറവെന്ന് കരുതപ്പെടുന്ന മദ്യത്തിൻ്റെ പോലും ഉപയോഗം പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. എഫെസോസ്യർക്ക് ലേഖനം 5:18 പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതിരിക്കുവിൻ, അതിൽ ദുരാസക്തിയുണ്ട്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 1:5 ദൈവം കൽപ്പിക്കുകയാണ്, മദ്യപന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ, വീഞ്ഞു കുടിക്കുന്നവരെ നെടുവീർപ്പിടുവിൻ. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 2291 മയക്കുമരുന്നുകളുടെ ഉപയോഗം വലിയ തെറ്റാണെന്ന് പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, മയക്കുമരുന്നുകളുടെ ഉപയോഗം മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ജീവനും വളരെ ഗൗരവമുള്ള നാശമുണ്ടാക്കുന്നു. അത്യാവശ്യമായ ചികിത്സകൾക്കല്ലാതെ അവയുടെ ഉപയോഗം ഗൗരവപൂർണമായ തെറ്റാണ്. കൂടാതെ തീരുമാനം കൈക്കൊള്ളാനുള്ള മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെയും അത് സാരമായി ബാധിക്കുമെന്നതിനാലും അത് കർശനമായി ഒഴിവാക്കണം. ഭക്ഷണാസക്തിക്കുള്ള പ്രതിവിധികൾ താഴെ പറയുന്നവയാണ്. ഭക്ഷണകാര്യങ്ങളിലുള്ള നിർബന്ധ ബുദ്ധി വെടിയുക. ഭക്ഷണത്തിന് മുൻപും പിൻപുമുള്ള പ്രാർത്ഥന അർത്ഥവത്തായി അർപ്പിക്കുക. ദൈവമഹത്വത്തിനായും ഈ ഭക്ഷണത്തിന് അർഹതയില്ലെന്ന ബോധ്യത്തോടെയും വിനയപൂർവ്വം ഭക്ഷണം സ്വീകരിച്ച് ഉപയോഗിക്കുക. ഏറ്റവും രുചികരമായവ മാത്രം ഭക്ഷിക്കുന്ന പതിവ് മാറ്റി രുചി കുറവുള്ളവയും ഭക്ഷിക്കുക. മിതമായി ഭക്ഷിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ എങ്കിലും ഉപവാസമെടുക്കുക എന്നിവയാണ് ഭക്ഷണാസക്തിക്കുള്ള പ്രതിവിധികൾ. ഈ പ്രതിവിധികൾ കൈക്കൊള്ളാതിരുന്നാൽ സ്വഭാവേന ഭക്ഷണാസക്തിയിലൂടെ പാപത്തിൽ വീഴാനും നിത്യരക്ഷ തന്നെ അപകടത്തിൽ ആക്കാനും നമുക്കിടയായും. ജഡികാസക്തിയുടെ മൂന്നാമത്തെ ഘടകം സുഖലോലുപതയാണ്. അലസത പരിപൂർണതയ്ക്ക് വലിയ തടസ്സമാണ്. കാരണം അലസത മൂലം പ്രലോഭനങ്ങൾ ശക്തിപ്പെടും. ഗൗരവാവഹമായ കടമകൾ ഉപേക്ഷിക്കാൻ ഇടവരും. ക്രമവിരുദ്ധമായ ചിന്തകളും കാടുകയറിയ ഉള്ള ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളും ഭാവനകളും തിങ്ങി നിറയും. തൽഫലമായി നിത്യരക്ഷ തന്നെ അപകടത്തിലാകും. അലസതയ്ക്കുള്ള പ്രതിവിധി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന ദൈവവചനമനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ആത്മാർത്ഥതയോടെ ജീവിത കടമകൾ നിറവേറ്റുക. ബൈബിൾ പഠനത്തിലും ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിലും ശ്രദ്ധിക്കുക. ദൈവത്തിൽ നകന്നു പോയവരെ നേടാൻ പറ്റിയ സുവിശേഷ വേലകളിൽ വ്യാപൃതരാകുക. മറ്റുള്ളവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി മധ്യസ്ഥത നടത്തുക തുടങ്ങിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴി അലസതയെ ജയിക്കുവാൻ നമുക്കാകും. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നു, ശുദ്ധത പാലിച്ച് ജീവിക്കാനുള്ള പരിശ്രമത്തിൽ നമുക്ക് യുദ്ധം ചെയ്യേണ്ടതുണ്ടാവാം. അസാധാരണമായ ദുരിതങ്ങൾ അഭിമുഖീഭവിക്കേണ്ടതുണ്ടാകാം. പക്ഷേ സ്നേഹം നിറഞ്ഞ പരിശുദ്ധ അമ്മ തൻ്റെ വിശ്വസ്ത സേവകരുടെ തൊട്ടരികിൽ നിന്ന് ശക്തി നൽകുന്നു. മറിയത്തെ അനുസരിക്കുകയും അവൾക്ക് വിധേയമാകുകയും ചെയ്യുന്ന മനുഷ്യൻ തൻ്റെ ശത്രുക്കളെല്ലാം തോൽപ്പിച്ച് ജയഗീതം പാടും. ദൈവമാതാവിൻ്റെ പിന്തുണയും സഹായവും നേതൃത്വവും മൂലം അവൻ വീഴുകയില്ല. യഥാർത്ഥ മരിയഭക്തി 152 155 കണ്ണികകൾ. ബൈബിൾ വായന. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്ന നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകൾ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും.
പ്രാർത്ഥന. ദൈവമേ, ശരീരത്തിൻ്റെ പ്രവണതകൾ നിഹനിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ വർദ്ധമാനമാക്കണമേ. മന ശരീര വിശുദ്ധി പാലിച്ചുകൊണ്ട് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമേ. ഭക്ഷണത്തിൽ ആത്മസംയമനം പാലിക്കാനും സ്വർഗരാജ്യത്തെ പ്രതി മദ്യത്തോടും ലഹരി വസ്തുക്കളോടും പൂർണ്ണമായി വിട പറയാനും എന്നെ അനുഗ്രഹിക്കണമേ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം നേടുവിനെന്ന ദൈവകൽപ്പന മാനിച്ച് ഈ ലോക ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയും സ്വർഗഭാഗ്യം സ്വന്തമാക്കാൻ വേണ്ടിയും അധ്വാനിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. പിശാചിന് ഇടം കൊടുക്കുന്ന സുഖലോലുപതയും അലസതയും വെടിഞ്ഞ് സൽകൃത്യങ്ങളിലും സുവിശേഷ വേലയിലും സദാ വ്യാപൃതനാകാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. സൽകൃത്യം: ഇന്ന് ഒരു നേരം ഉപവസിക്കുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ വരേണമേ. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ. സൃഷ്ടാവേ വരിക. സൃഷ്ടാവേ വരിക. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരിക. ഞങ്ങളുടെ ആത്മാക്കളിൽ വാസമുറപ്പിക്കുക. കൃപയും സ്വർഗീയ സഹായവുമായി വരിക. അങ്ങ് സൃഷ്ടിച്ച ഹൃദയങ്ങളെ നിറയ്ക്കുക. ശ്രേഷ്ഠനായ സഹായക, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യുന്നതൻ്റെ ഏറ്റവും ഉന്നതമായ ദാനമേ, ജീവന്റെ ഉറവയെ, സ്നേഹാഗ്നിയെ, മധുരിക്കും സ്വർഗീയ അഭിഷേകമേ, അങ്ങ് അറിയപ്പെടുന്നത് 7 ദാനങ്ങളാലാണല്ലോ. ദൈവകരങ്ങളിലെ വിരലുകൾ ഞങ്ങൾക്ക് സ്വന്തം. പിതാവിൻ്റെ വാഗ്ദാനം അവിടുന്നാണ്. ശക്തിയുടെ സ്രോതസ്സായ അഗ്നിനാവേ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുക. ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുക. ആഴമുള്ള ക്ഷമയും ഉന്നതമായ പുണ്യങ്ങളും ജഡത്തിൻ്റെ ബലഹീനതയെ അതിജീവിക്കാനായി ഞങ്ങൾ ഭയക്കുന്ന ശത്രുവിൽ നിന്നും അകലേക്ക്, അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക്. അങ്ങയുടെ സഹായത്താൽ ജീവന്റെ പാതയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വ്യതിചലിക്കാതിരിക്കട്ടെ. അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ പിതാവിനെയും പുത്രനെയും ഞങ്ങൾ അറിയട്ടെ. നിത്യമായും അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഓ സനാതനമായ ആത്മചൈതന്യമേ സ്വസ്തി. എല്ലാ കാലവും സകല മഹത്വവും പിതാവിനും മരിച്ചവരിൽ നിന്നുയർത്ത പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗീയ താരകമേ. സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിൽ. ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക. ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക. സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകേ, ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു.
ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ.